ഹായ് ഓൾ, മിഡ് ക്യാപ് ഡോക്ടറിന്റെ പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് പയ്യാമ്പലം ബീച്ചിൽ നിന്നാണ്. പയ്യാമ്പലം ബീച്ച്, കണ്ണൂർ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് കണ്ണൂർ വരേണ്ട ഒരു ആവശ്യമുണ്ട്. ഞാൻ തന്നെ നിങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം അതുമായിട്ട് ഇവിടെ ആസ്റ്റർ മിംസിൽ എനിക്ക് വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ വന്നപ്പം നമ്മുടെ കണ്ണൂരെ സുഹൃത്തുക്കളായ ധാരാളം പേര് നമ്മളെ വന്ന് കാണുകയും സന്തോഷം പങ്കിടുകയൊക്കെ ചെയ്തു. അപ്പോൾ ആ കൂട്ടത്തിൽ തന്നെ നമ്മുടെ എബിയും പിന്നെ നിസാറല്ല റസാഖും ഒക്കെ നമ്മളെ കൂട്ടി ഇവിടെ പയ്യാമ്പലം ബീച്ചിൽ വന്നു. അപ്പോൾ കണ്ണൂർ വന്നാൽ സാറേ പയ്യാമ്പലം ബീച്ച് വരാതെ പോകരുതെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയതാണ്. അപ്പോൾ നമ്മളിവിടെ ക്ലബ് സുലൈമാനി കയറി ഒരു ചായയൊക്കെ കുടിച്ചതിന് ശേഷം എന്നാൽ പിന്നെ ഇവിടെ നമുക്ക് വീഡിയോ ചെയ്തൊക്കെ വിചാരിച്ചു. ഇനിയിപ്പം എനിക്ക് ട്രെയിൻ വൈകുന്നേരം 8:50 അപ്പോൾ സമയം ധാരാളമുണ്ട്. അപ്പോൾ ആദ്യം റെയിൽവേ സ്റ്റേഷൻ ഇരുന്ന് ട്രേഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടെ ഇപ്പോൾ സമയമുണ്ടല്ലോ, ഇവിടെ നിന്ന് സൺസെറ്റൊക്കെ കണ്ട് ഇവിടെ നമുക്ക് വീഡിയോ ചെയ്തൊക്കെ വിചാരിച്ചു. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ വളരെ എക്സൈറ്റ്മെൻറ്റോട്ടിരിക്കുകയാണ്. ഇന്നത്തെ എൻ്റെ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ കാത്തിരിക്കുക എന്നുള്ള കാര്യം അറിയാം. അപ്പം ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചിരി വരുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പം നമുക്ക് എന്താണ് ഇന്നത്തെ മാർക്കറ്റ് സംഭവിച്ചെന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അവലോകനം ചെയ്യാം. അപ്പം നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പോൾ ഇന്നലെ ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം ധാരാളം ആൾക്കാർ എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചു. അവർ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ, സാറ് എന്നാ പണിയായി കാണിച്ചേ? കാരണം ലോകം മുഴുവൻ, യൂട്യൂബ് ചാനൽ മുഴുവൻ നാളെ മാർക്കറ്റ് പൊട്ടിത്തകരും, 24,500 24,000 ഒക്കെ തകർന്ന് തരിപ്പണമാകുമെന്നാണ് യൂട്യൂബ് മുഴുവൻ പറയുന്നത്. സാറ് മാത്രം മാർക്കറ്റ് മുകളിലോട്ട് പോകുന്നത് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് പറഞ്ഞ് ധാരാളം ആൾക്കാർ എനിക്ക് കമൻ്റ് എഴുതി. അതിനടുത്ത് തന്നെ ചിലർ ക്ഷമാപണം നടത്തി എനിക്ക് മെസ്സേജ് അയച്ചു. സാറിൻ്റെ വ്യൂവിന് ഞാൻ എതിരാണ്, സാറിനോട് ക്ഷമിക്കണം. ഞാൻ പറഞ്ഞു, വ്യൂ പറയുന്നതും സ്നേഹമൊന്നും നമ്മൾ യാതൊരു ബന്ധവുമില്ല. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുക, അത് മാത്രമേ ഉള്ളൂ. അത് ആരുടെ മുഖത്തൊക്കെ പറയാന്നുള്ളതല്ല. അവിടെ സ്നേഹബന്ധത്തിനോ വ്യക്തിബന്ധങ്ങൾക്കോ യാതൊരു താല്പര്യമില്ല. നമ്മൾക്ക് ഒരു കാര്യം കിട്ടുമ്പോൾ നമ്മളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് നമ്മൾ ചിലപ്പോൾ ഒരു പക്ഷേ തെറ്റാണ്. ഇപ്പോൾ ഇന്ന് ശരിയാണെന്ന് പറയാം, നാളെ ശരിയാണെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെങ്കിൽ നമുക്ക് പറയാനുള്ള കാര്യം, നമ്മൾ മനസ്സിലാക്കിയ കാര്യം, നമ്മൾ എന്താണോ അതിൽ നിന്ന് മനസ്സിലാക്കിയത് അത് അതുപോലെ തന്നെ മറ്റുള്ളവരേക്ക് കൺവേ ചെയ്യുക, അല്ലെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്യുന്നവർക്ക് കൺവേ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ 10 പേര് ഒരേ കാര്യം തന്നെ പറയുമ്പോൾ അത് സത്യമാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഓക്കെ, അതുപോലെ 2 പേരൊരു കാര്യം പറയുമ്പം അതിനവിടെ ഭൂരിപക്ഷം ഇല്ലാത്തതുകൊണ്ട് സത്യമാകാതിരിക്കുന്നുമില്ല. മനസ്സിലല്ലേ? അപ്പോൾ കുറേ ആൾക്കാർ ഒരുപോലെ ഒരേ സംഭവത്തിന് പറയുമ്പോൾ അങ്ങനെ ഒരു വ്യൂ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഭൂരിപക്ഷം ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യമാകണമെന്ന് നിർബന്ധമില്ല. അപ്പം ഞാൻ പറഞ്ഞതിന് താല്പര്യം, ഇന്നലെ മിനിയാന്നൊക്കെ ആയിട്ട് നമ്മുടെ ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം വീഡിയോകൾ യൂട്യൂബിൽ കറങ്ങി നടക്കുന്നുണ്ട്. അപ്പം അവിടെ പറഞ്ഞത് എനിക്ക് വളരെ വിരോധാഭാസമായിട്ട് തോന്നിയ കാര്യം വെച്ചാൽ, ഞായറാഴ്ച FIA സൗദിയാണ്, അതുകൊണ്ട് തിങ്കളാഴ്ച FIS കൂട്ടത്തോടെ വന്ന് മാർക്കറ്റിനെ പൊട്ടിക്കും എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ കറങ്ങി നടന്ന ഒരു ന്യൂസ്. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം, ഇന്ത്യ എന്ന് പറയുന്ന ഒരു എമർജിങ് എക്കണോമി, നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ത്യ എന്ന് പറയുന്ന ഒരു എമർജിങ് എക്കണോമി, ഓക്കെ. അതുപോലെ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു ഡെറിവേറ്റീവ് മാർക്കറ്റാണ് ഇന്ത്യ. നിങ്ങൾ ആ കാര്യം മനസ്സിലാക്കുക. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ വോളിയം ബേസിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റാണ് ഇന്ത്യ, പ്രത്യേകിച്ച് NSE. ഓക്കെ, അവിടെ ഇങ്ങനെ ആ രാജ്യത്തെ പരമപ്രധാനമായ ഒരു ബജറ്റ് നടക്കുമ്പം FIS മാറി നിൽക്കും എന്ന് പറയുന്നത് തന്നെ എന്തൊരു ഊളത്തരാന്ന് ആലോചിക്കണം. ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല, അത് തെറ്റാണ്. കാരണം പിന്നെ FISന് അവരുടെ ഹോളിഡേയ്സ് അല്ലല്ലോ പ്രധാനം, ആണോ? ഒരു എക്കണോമിയിലെ ഒരു നിർണായക നിമിഷം, അല്ലെങ്കിൽ നിർണായക ഒരു ദിവസമാണ് ഇല്ലേ അത്. മാർക്കറ്റ് എങ്ങോട്ട് തിരിയണമെന്ന് ദിശ നിയന്ത്രിക്കുന്ന ഒരു ദിവസമാണ് ബജറ്റ് ഡേ. ആ ദിവസം FIS മാറി നിൽക്കുക പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക്, നിങ്ങളത് ചിന്തിച്ചാൽ മതി. അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ അങ്ങനെ പറയുന്നത്, ശരിയാണോ തെറ്റാണോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അതുപോലെ തന്നെ ഞായറാഴ്ച അവധിയാണ്, തിങ്കളാഴ്ച വന്ന് മാർക്കറ്റിനെ പൊട്ടിക്കും, അങ്ങനെയൊക്കെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പല പ്രാവശ്യം, മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവത്തിന് മാർക്കറ്റിനും ദൈവം തമ്പുരാനും അല്ലാതെ മൂന്നാമതൊരാൾക്ക് മാർക്കറ്റിനെ പ്രവചിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കുക. പുരയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയാൽ അതിന് മീതെ തോണി ഇറക്കുക. ഞാൻ എപ്പോഴും പറയുന്നതാണ്, തലയ്ക്ക് മീതെ വെള്ളം പൊങ്ങിയാൽ എന്ത് ചെയ്യണം? അതിന് മുകളിൽ തോണി ഇറക്കുക. ഇപ്പോൾ ട്രെൻഡ് എന്താണ്, ആ ട്രെൻഡിനകത്ത് പോവുക. അപ്പോൾ തന്നെ നമ്മൾ കാര്യങ്ങൾ കൃത്യമായി പഠിച്ചിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം എന്താണ് സംഭവിക്കാൻ പോകുന്നത്. ഈ ബജറ്റ് മാർക്കറ്റ് നമ്മുടെ റീറ്റെയിലേഴ്സ് അല്ലെങ്കിൽ ഇതിലെ പാർട്ടിസിപ്പൻസ് ഏത് രീതിയിലാണ് കണക്കാക്കുന്നത്? നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, കഴിഞ്ഞ ഏകദേശം 1.5 വർഷമായിട്ട് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഒരു കൺസോൾട്ടേഷൻ മൂഡിലേക്കാണ് പോകുന്നത്. കൺസോൾട്ടേഷൻ മൂഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇല്ലേ? കഴിഞ്ഞ സെപ്റ്റംബറിലാണെന്ന് തോന്നുന്നു ഓൾ ടൈം ഹൈ അടിച്ച് വീണ്ടും വന്നു.
2024 സെപ്റ്റംബർ ആ സമയത്ത് ഓൾ ടൈം ഹൈ അടിച്ചു. വീണ്ടും കറങ്ങി വന്ന് 25 ആ സമയത്ത് അപ്പോൾ വീണ്ടും ഒരു ഓൾ ടൈം ഹൈ റീടെസ്റ്റ് ചെയ്തു. പിന്നെ ഈ ഏരിയ 26,000 24,000 റേഞ്ച് കിടന്ന് മാർക്കറ്റ് കറങ്ങല്ലാതെ മാർക്കറ്റിന് ഒരു അപ്സൈഡ് കിട്ടുന്നില്ല അല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ലേറ്റസ്റ്റ് താഴെ പോയത് 22,900 ആ റേഞ്ച് വരെ മാർക്കറ്റ് പോയതിനു ശേഷം 26,340 എന്ന് പറഞ്ഞ റേഞ്ച് വരെ മാർക്കറ്റ് മുകളിലോട്ട് അല്ലേ. ഞാൻ കാണാപ്പാടാണ് പറയുന്നത്, ഇതൊക്കെ എൻ്റെ മൈൻഡിൽ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വിട്ട് റേഞ്ച് വിട്ട് മാർക്കറ്റ് എങ്ങോട്ടും പോയിട്ടില്ല ഇല്ലേ. അപ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റിൻ്റെ വാല്യുവേഷൻ കുറച്ചൊക്കെ ഒന്ന് ഭേദപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മുടെ പല സ്റ്റോക്കുകളും, നല്ല സ്റ്റോക്കുകൾ പ്രത്യേകിച്ച് നല്ല പിന്നെ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പല സ്റ്റോക്കുകളും നല്ല വാല്യുവേഷനിൽ മേടിക്കത്തക്ക രീതിയിലുള്ള ഒരു അട്രാക്റ്റീവ് പ്രൈസിലേക്ക് നമ്മുടെ മാർക്കറ്റ് ഇറങ്ങി വന്നിട്ടുണ്ട്, നല്ല സ്റ്റോക്കുകൾ ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ എന്താ ചിന്തിക്കേണ്ടത്, ഇവിടെ ഒരു ബൈ മൊമെൻറ്റം സ്റ്റാർട്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അതിന് ഉതകുന്ന അതിന് ഫ്യൂവൽ പകരുന്ന രീതിയിലുള്ളൊരു ബജറ്റാണ് നമ്മൾ ഈ പ്രാവശ്യം കണ്ടത്. കാരണം നമ്മളുടെ എക്കണോമിയെ ബൂസ്റ്റ് ചെയ്യാൻ തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിയെ ഉത്തേജിപ്പിക്കത്തക്ക രീതിയിലുള്ള, അല്ലെങ്കിൽ ഒരു ശുഭഭാവി നമ്മുടെ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് ഒരു ശുഭഭാവി ഉണ്ടാകത്തക്ക രീതിയിലുള്ള ഒരു ബൂസ്റ്റപ്പ് ചെയ്യുന്ന ഒരു ബജറ്റാണ് ഈ പ്രാവശ്യം നിർമ്മല പ്രഖ്യാപിച്ചത്. അതിനകത്തിൽ ഈ STT കട്ട് ചെയ്തെന്ന് പറഞ്ഞ് മാർക്കറ്റ് പൊട്ടി വീഴുന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നമ്മൾ ഞാൻ എങ്ങനെയാണ്, എനിക്കത് ഒരിക്കലും ദഹിക്കുന്നില്ല ആ കാര്യം പറയാം. അതായത് STT കൂട്ടി എത്രയാണ്, 0.10 നിന്ന് 0.15 F&O ആണെന്നുണ്ടെങ്കിൽ 0.10 എന്നുള്ളത് 0.15 ആക്കി. അതായത് ഇതുവരെ നമ്മൾ 10 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇന്നലെ 15 രൂപയുടെ കണക്ക് പറഞ്ഞപ്പോൾ അത് സ്പ്ലിറ്റ് ചെയ്ത് പറയാൻ മറന്നുപോയി. നമ്മൾ ഇതുവരെ കൊടുത്തിരുന്നത് 10 രൂപയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ആ സാധനത്തിന് 15 രൂപ കൊടുക്കണം. അതായത് 5 രൂപയുടെ വ്യത്യാസം മാത്രമേ വന്നുള്ളൂ. 5 രൂപയുടെ വ്യത്യാസം വന്നുകൊണ്ട് നമ്മൾ ആരെങ്കിലും ഇത് നിർത്താൻ പോകുന്നുണ്ടോ ഇല്ല. ഇനി ഫ്യൂച്ചേഴ്സിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലോട്ടിൽ ഏകദേശം 400 രൂപയുടെ വ്യത്യാസം വരുന്നുണ്ട്. ഇതുകൊണ്ടൊന്നും FIS ഇവിടുന്ന് ഓടി പോവുക അല്ലെങ്കിൽ F&O നിർത്താൻ പോവുക എന്നൊക്കെ പറയുവാണെന്നുണ്ടെങ്കിൽ അത് വെറും മൂളത്തരമാണെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. ഓക്കെ, അതൊന്നും ഒരു വലിയ വിഷയമല്ല. കാരണം അതിനേക്കാൾ വലിയ ഓപ്പർച്യൂണിറ്റിയാണ് ഇപ്പോൾ നമ്മുടെ സർക്കാർ തുറന്നിട്ടേക്കുന്നത് ബജറ്റിലൂടെ. കാരണം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഭയങ്കരമായിട്ട് കൂട്ടിയിട്ടുണ്ട്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ നമുക്ക് പിന്നെ സാധാരണക്കാർക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാന വികസനം, ഓക്കെ, നമ്മുടെ രാജ്യത്തിൻ്റെ അടിസ്ഥാന വികസനത്തിന് വേണ്ടി 5 ഇരട്ടിയോളം പിന്നെ ഫണ്ട് പിന്നെ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ബജറ്റിലെ സർക്കാർ. അപ്പം അടിസ്ഥാന വികസനം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ പല മേഖലകളിലും ഭയങ്കര വികസനം വരാനുള്ളതും, പിന്നെ ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ പല ഉത്തേജകമായിട്ടുള്ള കാര്യങ്ങളും മാർക്കറ്റ് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്ത് ചെയ്യും, ആ സെക്ടറിലുള്ള സ്റ്റോക്കുകളെ മുന്നോട്ട് നയിക്കാനുള്ളൊരു ഊർജ്ജം ആയിട്ടൊരു ഫ്യൂവലായിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. അപ്പം ഒരു സംഭവം നമ്മൾ കേൾക്കുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് അതിനെ മനസ്സിലാക്കുക. ഒറ്റ ചാടിക്കയറി നമ്മൾ അതിനോട് പ്രതികരിക്കുന്നതിന് പകരം നമ്മളത് മനസ്സിലാക്കുക. ആദ്യം എങ്ങനെയാണ് മാർക്കറ്റ്, എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കാൻ പോകുന്നത്, ഇത് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ഗുണമാണുള്ളത്. അപ്പം ഞാനീ പറഞ്ഞല്ലോ, ചെറുകിട വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ, അതുപോലെ തന്നെ നമ്മുടെ ഗൾഫിൽ പിന്നെ ഇവിടുന്ന് പലപ്പോഴും ബിസിനസ് ചെയ്യാൻ വേണ്ടി ആൾക്കാർ ഇവിടുന്ന് പണം ഗൾഫിലോട്ട് കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ അതിന് നല്ലൊരു ടാക്സ് കൊടുക്കേണ്ട ആവശ്യകതയുണ്ട്. അപ്പോൾ ആ ടാക്സ് വെട്ടിക്കുറച്ചിട്ടുണ്ട്. അത് 15% എന്നുള്ളത് 10% വെട്ടിക്കുറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരു നല്ല ഒരു നീക്കമാണ്. കാരണം അതുപോലെ തന്നെ ഗൾഫിലല്ല വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോകുന്ന കൊച്ചുങ്ങൾക്ക് പൈസ ഇവിടെ കൊണ്ടുപോകുമ്പോൾ അതിന് TCS കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ പൈസയും ആ ടാക്സിനകത്തിൽ എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഒരു നല്ല കാര്യമല്ലേ. സാധാരണപ്പെട്ടവരെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധാരണപ്പെട്ടവരാണെങ്കിലും പഠിക്കാൻ മതി, കാശുള്ളവർക്ക് കുഴപ്പമില്ലല്ലോ. അപ്പോൾ അവർക്ക് പോകുമ്പോൾ അത്രയും ടാക്സ് എക്സംഷൻ കിട്ടുവാണെങ്കിൽ നല്ല കാര്യമല്ലേ. അതുപോലെ പിന്നെ ടാക്സ് ഹോളിഡേ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതായത് IT സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് ക്ലൗഡ് സപ്പോർട്ട് ഇന്ത്യൻ കമ്പനികൾക്കും ഇന്ത്യൻ പിന്നെ ഒറിജിനായിട്ടുള്ള സംരംഭങ്ങൾക്ക് ക്ലൗഡ് സപ്പോർട്ട് കൊടുക്കുന്നവർക്ക് അവർക്ക് ടാക്സ് എക്സംഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പിന്നെ മാർക്കറ്റിൻ്റെ IT സെക്ടറിൻ്റെയൊക്കെ വളരെ നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുന്ന, ആ സെക്ടറുള്ള കമ്പനികളെ ഉത്തേജിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് സർക്കാർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ ചുമ്മാ എടുത്തിട്ട് വല്ല കാര്യമുണ്ടോ? ഒരുപക്ഷെ മാർക്കറ്റ് പൊട്ടുമായിരിക്കും, പൊട്ടിക്കോട്ടെ. പക്ഷെങ്കിൽ ഇങ്ങനെ അന്ധമായിട്ട് നമ്മൾ തള്ളിമറിക്കാൻ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, മാർക്കറ്റ് ഞാനിന്ന് പറഞ്ഞു ഇന്നലത്തെ ലോ അല്ലെങ്കിൽ ഇന്നത്തെ ഓപ്പണിങ്, പിന്നെ നമുക്ക് 920 ഈ 3 റേഞ്ചാണ് നമുക്ക് നമ്മുടെ ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞിരുന്നു. 920, 24, 920, പിന്നെ ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത റേഞ്ച്
ഇന്നത്തെ ലോ. ഈ 3 ലെവലാണ് നമുക്കുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു 920 ബ്രേക്ക് ചെയ്ത് മുകളോട്ടോ അല്ലെങ്കിൽ ഇന്നത്തെ ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ടോ വരുവാണെന്നെങ്കിൽ മാത്രമേ നമ്മൾ ട്രേഡിനെ പറ്റി ചിന്തിക്കാവൂ. ഇല്ലെങ്കിൽ നിങ്ങൾ അനങ്ങാതിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ തന്നെ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടി. 920 പോയിട്ട് റിജക്ഷൻ കിട്ടിയപ്പോൾ നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അതുപോലെ വീണ്ടും തിരിച്ച് നമ്മളുടെ ഓപ്പണിംഗ് ലെവൽ വന്ന് ടെസ്റ്റ് ചെയ്തു. അപ്പോഴും നമുക്ക് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും നല്ല രീതിയിൽ നിന്ന് ആൾക്കാർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റി. ധാരാളം പേര് സ്ക്രീൻഷോട്ട് അയച്ചു, ധാരാളം പേര് അപ്രീഷിയേറ്റ് ചെയ്തു, ധാരാളം പേര് ഇന്നലെ സാറേ ഇത് ഞാനങ്ങനെ പറഞ്ഞത് ക്ഷമയോദിക്കുന്നു പറഞ്ഞ് ധാരാളം പേര് മെസ്സേജ് അയച്ചു. അപ്പോൾ ഇതൊന്നും കാര്യമൊന്നുമില്ല, ഇതൊക്കെ നാളെ ഞാൻ പറഞ്ഞല്ലോ, നാളെ എനിക്ക് തെറ്റുപറ്റാം, അതൊരു വിഷയമുള്ള കാര്യമല്ല. നാളെ എനിക്കും തെറ്റുപറ്റാം, ഞാനും ദൈവമൊന്നുമല്ല. പക്ഷെങ്കിൽ നമ്മളൊരു കാര്യത്തെപ്പറ്റി വിലയിരുത്തുമ്പോൾ വെറുതെ ബ്ലൈൻഡായിട്ടൊരു കാര്യം പറയാതെ നമ്മൾ അതിൻ്റെതായുള്ള ആംഗിളിൽ അല്ലെ അത് എങ്ങനെ നമ്മുടെ മാർക്കറ്റ് പ്രതിഫലിക്കും, അല്ലെ മാർക്കറ്റിനെ എങ്ങനെ ഇമ്പാക്ട് ചെയ്യും എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി ചെയ്യുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് നമ്മളെ വിശ്വസിക്കുന്ന അല്ലെ നമ്മളെ ഫോളോ ചെയ്തവർക്ക് വേണ്ടി പിന്നെ അവർക്കൊരു ആത്മവിശ്വാസം കൊടുക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അതൊക്കെ പോട്ടെ. അപ്പം നമുക്ക് അടുത്ത ദിവസങ്ങളിലെ നാളെ മാർക്കറ്റ് ഇനി എങ്ങനെയാണ് പ്രതികരിക്കാൻ പോകുന്നത് നമുക്ക് ചാർട്ടിലോട്ട് വരാം. ചാർട്ടിലോട്ട് വന്ന ശേഷം നമുക്ക് ബാക്കി കാര്യം നമുക്ക് സംസാരിക്കാം. ഈ ഓഡിയോ നിങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ കാറ്റിൻ്റെയൊക്കെ സൗണ്ട് ഉണ്ടായിരിക്കാം. മാക്സിമം ഞാൻ അത് നോയ്സ് ഒഴിവാക്കി ചെയ്യാൻ ശ്രമിക്കാം. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകാം. ബീച്ചിൽ നല്ല കാറ്റാണ്. അപ്പോൾ എന്തായാലും സഹിക്കുക. നമുക്ക് ലുക്കിനകത്തിലൊന്നും കാര്യമില്ല, നമുക്ക് കാര്യം അറിഞ്ഞാൽ പോരെ അല്ലേ. അപ്പം നോക്കിക്കേ, മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത് ഏകദേശം ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണ്. ഞാൻ പറഞ്ഞു 20 പോയിന്റ് 23 പോയിന്റ് കൊണ്ട് ഗ്യാപ്പ് ഡൗണിലാണ് മാർക്കറ്റ് ഇന്ന് ഓപ്പൺ ചെയ്തത്. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്ലാറ്റ് ഓപ്പൺ ചെയ്യുന്ന മാർക്കറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നന്നായിട്ട് പേടിക്കണം അല്ലേ. ഫ്ലാറ്റ് ഓപ്പൺ ചെയ്ത മാർക്കറ്റിനെ നന്നായിട്ട് പേടിക്കണം. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇതാ നോക്കുക, 2-ാം തീയതി ഇതാണ് ഇല്ലേ. മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം മാർക്കറ്റ് തിരിച്ച് ഓപ്പണിംഗ് റേഞ്ച് തന്നെ മാർക്കറ്റ് വന്ന് താഴോട്ട് ഇറങ്ങി വന്നെങ്കിലും ഓപ്പണിംഗ് റേഞ്ച് സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു ഇല്ലേ. അതിനുശേഷം മാർക്കറ്റ് നേരെ 920 പോയി മാർക്കറ്റ് ടെസ്റ്റ് ചെയ്ത് ബ്രേക്ക് ഔട്ട് നടക്കാതെ തന്നെ നേരെ തിരിച്ചു വന്ന് വീണ്ടും എന്ത് ചെയ്തു, നമ്മളുടെ 796 എന്ന് പറയുന്ന ലോ അല്ല ഓപ്പണിംഗ് റേഞ്ച് ടെസ്റ്റ് ചെയ്തു മുകളോട്ട് പോകാൻ ശ്രമിച്ചു. പക്ഷെങ്കിൽ നടന്നില്ല. ഇന്നലത്തെ ലോ ടെസ്റ്റ് ചെയ്തു. ഇന്നത്തെ ലോ ഏത് വേണ്ടില്ല, ഇന്നലത്തെ ലോയും ഏകദേശം ഒരേ പോയിന്റ് തന്നെയാണ്. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇതൊന്നും പറയേണ്ട കാര്യമില്ല ഇല്ലേ. ഇന്നലത്തെ ലോയെ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഇന്ന് രാവിലത്തെ ഉണ്ടായ ഫസ്റ്റ് 5 മിനിറ്റ്സ് ക്യാൻഡിൽ കണ്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ചാർട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. ബ്രേക്ക് ചെയ്തിട്ടില്ല, അവിടുന്ന് മാർക്കറ്റ് റിജക്ട് ചെയ്തു. ഈ റിജക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടുന്ന് ഒരു അപ്സൈഡ് പോകാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലായി. റിസ്കി ട്രേഡർ ഇവിടെ ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും, പക്ഷേ ഈ ബിഗിനറിന് ട്രേഡ് ഇല്ല. പക്ഷേ ഈ റിസ്കി ട്രേഡർ ട്രേഡ് എടുത്തിട്ടുണ്ടായിരിക്കും, പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടായിരിക്കും. അതൊന്നും നമ്മുടെ വിഷയമല്ല, പോട്ടെ. ഇതിന് ശേഷം മാർക്കറ്റ് നേരെ പോയി തിരിച്ച് വീണ്ടും വന്ന് 919 ആ റേഞ്ച് വന്ന് ടെസ്റ്റ് ചെയ്തു, സസ്റ്റെയിൻ ചെയ്തില്ല, മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. പക്ഷേ ഇവിടെയൊക്കെ നമുക്ക് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി, ബിഗിനറിന് ഒരു ട്രേഡ് ഓപ്പർച്യൂണിറ്റി നമുക്ക് പ്രൈസ് ആക്ഷൻ പ്രകാരമൊന്നും നമുക്ക് എടുക്കാനുള്ള ഒരു സാധ്യതയില്ല. കാരണം എന്താണ്, ഇവിടെ റിസ്കി ട്രേഡർ വേണം എടുക്കാം. കാരണം ഇത് ഒരു ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. ബുള്ളിഷ് എൻഗൾഫിംഗ് ആണ്, വേണമെന്നുണ്ടെങ്കിൽ റിസ്ക് എടുത്ത് ട്രേഡ് എടുക്കാം. ഞാൻ ഒരിക്കലും പിന്നെ ബിഗിനറിനോട് പറയത്തില്ല ട്രേഡ് എടുക്കാൻ പറയത്തില്ല. പക്ഷേ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടായിരുന്നു. മാർക്കറ്റ് അതിനുശേഷം നല്ലൊരു അപ്സൈഡ് പോയി വീണ്ടും 920 ടെസ്റ്റ് ചെയ്തു. പല പ്രാവശ്യം ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അത് ഫെയിലായി. അവസാനം മാർക്കറ്റ് നമുക്ക് ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇവിടെ ഈ ഏരിയയിൽ അവസാന നിമിഷം ഒരു ഓപ്പർച്യൂണിറ്റി നമുക്കുണ്ട്. നമുക്കിവിടെ ശ്രദ്ധിച്ച് നോക്കി മനസ്സിലാവും മാർക്കറ്റ് പല പ്രാവശ്യം ഇതിന് നല്ലൊരു ബ്രേക്ക് ഔട്ട് നൽകി ഇല്ലേ. പക്ഷെ ഇവിടെ നോക്കി ഈ സിനാരിയോ നോക്കി, ഇവിടെ ഒന്നും ബ്രേക്ക് ഔട്ട് കിട്ടിയില്ല, ഇവിടെയും ബ്രേക്ക് ഔട്ട് കിട്ടിയില്ല ഇല്ലേ. ഇവിടെ ബ്രേക്ക് ഔട്ട് കിട്ടിയെങ്കിലും അടുത്ത ക്യാൻഡിലൊക്കെ വളരെ ശക്തി കുറവായിരുന്നു. പിന്നെ നേരെ തിരിച്ച് താഴെ വന്നതിന് ശേഷം ഇവിടെ നല്ലൊരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടി ഇല്ലേ. ഒരു സ്ട്രോങ് ബ്രേക്ക് ഔട്ട് കിട്ടിയിട്ട് ആ ബ്രേക്ക് ഔട്ട് സസ്റ്റെയിൻ ചെയ്യാൻ ശ്രമിച്ചതിന് ശേഷം വന്ന് റീടെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് തിരിച്ചു മേലോട്ട്. ഞാനിതൊക്കെ പറയാണ്ട് അങ്ങനെ തള്ളു പറയാമെന്ന് പറയും. പക്ഷെ തള്ളു പറയുന്നതല്ല, നിങ്ങൾക്ക് സ്ഥിരമായി നിങ്ങൾ എന്നെ കാണുന്നവരോ സ്ഥിരമായി നിങ്ങൾ എൻ്റെ ചാർട്ട് വാച്ച് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് എൻട്രി എടുക്കാൻ പറ്റും. എന്നെ ഫോളോ ചെയ്യുന്നതിനെ സ്ഥിരമായി മനസ്സിലാക്കുന്ന എന്നെ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായി ഈ ഓപ്പർച്യൂണിറ്റികളൊക്കെ ധാരാളമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഞാൻ കൂടുതൽ തർക്കത്തിനൊന്നും വരുന്നില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് ഓടുന്നിട്ട് ബ്രേക്ക് ഔട്ട് നൽകി വീണ്ടും നല്ല രീതിയിൽ അപ്സൈഡ് പോയി. അവസാനത്തെ 1 മണിക്കൂർ മാർക്കറ്റ് നല്ല രീതിയിൽ അപ്സൈഡ് നമുക്ക് കിട്ടി. നമ്മൾ 920 മുകളിലാണ് പ്രതീക്ഷിച്ചതെങ്കിലും 100 വരെ മാർക്കറ്റ് കറക്റ്റായിട്ട് പോയി. 100 പോയി ടെസ്റ്റ് ചെയ്ത് അവിടെ ആ ഏരിയയിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്തു ഇല്ലേ. അപ്പോൾ ഇന്നലെ ഞാൻ അബദ്ധത്തിൽ ഒരു അബദ്ധം കാണിച്ചു. ഈ ലൈനായിട്ട് ഇന്നലെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടത്. അപ്പോൾ പക്ഷേ അതിന് പകരം ഞാൻ ഇന്നലെ 169 നമ്മുടെ കാണാപ്പാട ലൈൻ ഉണ്ടല്ലോ 169 ഡിലീറ്റ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ നമുക്ക് അത് 160 169 എന്ന് പറഞ്ഞ ലൈൻ. ഓക്കെ, അതാണ് നമുക്കവിടെ പിന്നെ കളയാതെ വെക്കേണ്ടത്. അപ്പോൾ ഇത്
ഒരു ബ്ലൂ ലൈൻ ആയിരുന്നു ഇന്നലെ. ബ്ലൂ ലൈൻ ആക്കിയേക്കാം. ഞാൻ ഇന്നലെ അബദ്ധശാല അപ്പോൾ ഈ 129 നമുക്ക് ഉള്ളതാണ് കേട്ടോ. പലരും ചോദിച്ചു സാറേ അറിയാതെ അപ്പം തന്നെ എനിക്ക് മെസ്സേജ് വന്നു, സാറേ അബദ്ധം കാണിച്ചു, സാറ് 129 ഡിലീറ്റ് കളഞ്ഞെന്ന്. അപ്പോൾ തന്നെ ശരിയാ, ഉള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ 129 നമുക്കുള്ളതാണ്. അപ്പം നാളെ ഇനി നോക്കുന്ന ഈ ട്രെൻഡ് ലൈനാണ്. ഈ ട്രെൻഡ് ലൈൻ നാളത്തെ നമ്മുടെ കടമ്പ എന്താണെന്നറിയാമോ? നാളത്തെ നമ്മുടെ കടമ്പ 169 മുകളിൽ നമ്മൾ സസ്റ്റെയിൻ ചെയ്യണം. 169 നമ്മളുടെ ഈ പറയുന്ന ട്രെൻഡ് ലൈനും ഏകദേശം ഒരേ ഏരിയയിലാണ്. ഇത് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് നോക്കുക. ഇത് സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 333, 406, 500 ഒക്കെ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല ഇവിടെ നാളെ ഗ്യാപ്പ് അപ്പിൽ ഇപ്പം നിലവിലെ അവസ്ഥ വെച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ US മാർക്കറ്റ് 400 പോയിന്റ് ഡൗൺ ആയിരുന്നു. പക്ഷേ ഇപ്പം അത് തിരിച്ച് കയറിയിട്ടുണ്ട്. ഫ്ലാറ്റായിട്ടാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ചെറിയൊരു പോസിറ്റീവാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. എനിവേ എന്തായാലും നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പം ഒരു പോസിറ്റീവ് നോട്ടിലാണ് ഓപ്പൺ ചെയ്തത്. 169 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 169 സസ്റ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പിന്നെ നമുക്ക് അടുത്ത് 333, 406, 500 ഒക്കെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ല സസ്റ്റെയിൻ ചെയ്യുന്നില്ല, തിരിച്ചിറങ്ങി വരുവാണെങ്കിൽ 25,000 നമ്മുടെ മേജർ സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. ബാക്കി കാര്യം നാളെ എക്സ്പയറി ആണ്. ബാക്കി കാര്യം നമുക്ക് അന്നേരം നോക്കാം. അപ്പോൾ ഇന്നലെ ഞാൻ മിഡ് ക്യാപ്പ് ബാങ്ക് നിഫ്റ്റി ഒന്നും പറഞ്ഞില്ല. ധാരാളം ആൾക്കാർ സാറേ എന്താ പറയാ, ഞങ്ങളൊക്കെ മിഡ് ക്യാപ്പ് ട്രേഡ് ചെയ്യുന്നവരാണെന്നുള്ളത്. ഇന്നലെ സത്യം പറഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ അതിനിടയിലാണ് എനിക്ക് സമയം കിട്ടിയില്ല. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമയം കിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്ന് നമ്മൾ ബാങ്ക് നിഫ്റ്റി ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നോക്കിക്കേ, ബാങ്ക് നിഫ്റ്റി ഈ പറഞ്ഞ പോലെയാണ് കൃത്യമായിട്ട് നമ്മൾ വരച്ച വരയിൽ വന്ന് തട്ടി അവിടെ നിൽക്കുകയാണ്. ഓക്കെ, അപ്പോൾ നാളെ നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഇതാണ്. ഈ 602 സസ്റ്റെയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 59, 233, 620 പഴയ ലൈൻ തന്നെ ഇതൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് HDFC പെർഫോം ചെയ്തില്ല. പെർഫോം ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ മുകളിലോട്ട് പോയേ. പക്ഷേ HDFC ലാസ്റ്റ് മൊമെൻറ്റിലാണ് ചെറിയൊരു പെർഫോമൻസ് നടത്തിയത്. ഇത് പോരാ. പക്ഷേ നമ്മുടെ റിലയൻസ് ആണ് ഇന്ന് നിഫ്റ്റിയെ ലാസ്റ്റ് മൊമെൻറ്റിൽ മുകളിലോട്ട് വേണ്ടത്. അവസാനം ചലിച്ച് ആദ്യമൊക്കെ ഒരു 10-15 പോയിന്റ് വെച്ച് കളിച്ച് റിലയൻസ് ഇങ്ങനെ ആടി നിന്നെങ്കിൽ ലാസ്റ്റ് മൊമെൻറ്റിലാണ് റിലയൻസിലോട്ട് നല്ല ബൈ വന്നത്. ഈ റിലയൻസിൽ ബൈ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെനസ്വേലിയൻ ഓയിൽ വാങ്ങിക്കാൻ അമേരിക്ക സമ്മതിച്ചു റിലയൻസിനെ. കാരണം റിലയൻസിന് അവിടുത്തെ കട്ടിയുള്ള ക്രൂഡ്, ഞാൻ പേര് വീഡിയോ ചെയ്തിട്ടുണ്ട്, കട്ടിയുള്ള ക്രൂഡ് പിന്നെ പ്രോസസ്സ് ചെയ്യത്തക്ക രീതിയിലുള്ള പിന്നെ സംവിധാനം റിലയൻസിനുണ്ട്. അപ്പോൾ ഓൾറെഡി ഡൊണാൾഡ് ട്രംപ് അമേരിക്ക സമ്മതിച്ചു വെനസ്വേലിയൻ ഓയിൽ വാങ്ങിക്കാനുള്ളത്. അപ്പോൾ റഷ്യൻ ഓയിൽ കുറയ്ക്കുകയും അവിടുന്ന് ഓയിൽ വാങ്ങിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ നഷ്ടം റിലയൻസിന് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു പോസിറ്റീവ് നോട്ടിലാണ് റിലയൻസ് എന്ത് ചെയ്തത്, പെർഫോം ചെയ്തത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ 1400 കടന്നു കഴിഞ്ഞാൽ 1500 ഒക്കെ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് റിലയൻസ്. അപ്പോൾ റിലയൻസ് ഒറ്റ ഒരാളാണ് ഇന്ന് ആരെ നിഫ്റ്റിയിൽ നിന്ന് മുകളിലോട്ട് കൊണ്ടുപോയി. അതിൻ്റെ കൂടെ തന്നെ HDFC ബാങ്കുകളും ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്തു. ICICI ബാങ്ക് ഒരു പരിധി വരെ പിടിച്ച് നിർത്തി എന്ന് തന്നെ പറയാം. ഓക്കെ, അപ്പം അടുത്ത നമുക്ക് പ്രധാനപ്പെട്ട സംഭവമാണ് നമ്മുടെ മിഡ് ക്യാപ്പ്. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, മിഡ് ക്യാപ്പിൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഓടിയാലും വീണാലും ആദ്യം വീഴുന്ന ആരായിരിക്കും? മിഡ് ക്യാപ്പ് ആയിരിക്കും. അപ്പം ഇന്ന് അവസാനം ആദ്യമൊക്കെ ഒരു 50, 60, 100, 90 പോയിന്റ്, പിന്നെയും വന്ന് -70 പോയി, പിന്നെ 100 പോയിന്റ് പോയി ആടി കളിച്ചെങ്കിൽ അവസാന നിമിഷം എന്ത് ചെയ്തു? നല്ലൊരു റാലി നമുക്ക് മിഡ് ക്യാപ്പിൽ കിട്ടി. നല്ല രീതിയിൽ ആൾക്കാർ പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട് മിഡ് ക്യാപ്പിനകത്ത്. ധാരാളം പേര് സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു അവസരമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ലാസ്റ്റ് മൊമെൻറ്റിൽ മാർക്കറ്റ് ഒരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും, ഒരു 11 മണി 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും മാർക്കറ്റ് നല്ല രീതിയിൽ ഒന്ന് സസ്റ്റെയിൻ ചെയ്തതിന് ശേഷം, സപ്പോർട്ട് 12,907 സപ്പോർട്ട് എടുത്തതിന് ശേഷം അവിടെ നല്ല രീതിയിൽ അപ്സൈഡ് കിട്ടി. ഈ മാർക്കറ്റിനെ, നമ്മളുടെ മിഡ് ക്യാപ്പിനെ മുകളിലോട്ട് നയിച്ചത് ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ ഒരാളേ ഉള്ളൂ. ആരാണ്? BSE. നല്ല രീതിയിൽ അടിപൊളിയായിട്ട് ഇന്ന് 100 പോയിന്റ്, ഇന്നലെ 200 പോയിന്റ് വീണു. അത് 300 പോയിന്റോളം വീണു. അതിൽ ഇന്നലെ തന്നെ ലാസ്റ്റ് മൊമെന്റ് കുറച്ച് തിരിച്ചു കയറി. ഇന്നും 100-121 പോയിന്റ് BSE തിരിച്ചു കയറി. അപ്പോൾ BSE ഒറ്റ ഒരാളാണ് ഒറ്റയ്ക്ക് തോളിലേറ്റി മിഡ് ക്യാപ്പിനെ മുകളിലോട്ട് കൊണ്ടുപോയത്. അതിൻ്റെ കൂടെ തന്നെ കോഫോർജൊക്കെ അനങ്ങി റെഡിയായി വരുന്നു. ഡിക്സണൊക്കെ എല്ലാവരും താഴെ കിടക്കുകയാണ്. അപ്പം ഈ മിഡ് ക്യാപ്പിൻ്റെ പ്രശ്നം വെച്ചാൽ മിഡ് ക്യാപ്പിലെ എല്ലാ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളും നല്ല രീതിയിൽ താഴെ കിടക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം പെർഫോം ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ മിഡ് ക്യാപ്പ് പറക്കും. ഈ 14,000 ഒന്നും വലിയ വിഷയമുള്ള കാര്യമേ അല്ല. 13,500 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിഡ് ക്യാപ്പ് കയ്യിലും താഴെയും നിൽക്കത്തില്ല. അത് ആ രീതിയിൽ പറക്കും. അപ്പം നിങ്ങൾ മിഡ് ക്യാപ്പിൽ ട്രേഡ് ചെയ്യുന്നവരെ വളരെ സൂക്ഷിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. ഓക്കെ, നമ്മൾ ആ ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നോക്കി വേണം നമ്മൾ ആ മൊമെൻറ്റം നമ്മൾ ക്യാപ്ചർ ചെയ്ത് അതിനകത്തിൽ നമ്മൾ ട്രേഡ് ഓപ്പർച്യൂണിറ്റി ചെയ്യാൻ. ഇപ്പോൾ തന്നെ സമയം ഒത്തിരി കടന്നുപോയി. അപ്പം ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിലിരിക്കുക. കൃത്യമായി ഞാൻ പറഞ്ഞ ലെവലുകളിൽ മാത്രം ട്രേഡ് എടുക്കാൻ നിങ്ങൾ ഉത്സാഹിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇന്നലത്തെ നമ്മുടെ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് ചെയ്യാനുള്ള അവസരമാണ്. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്ത് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ പയ്യാമ്പലത്തിൽ നിന്നും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്നോട് സഹകരിച്ച, എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്
ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. താങ്ക് യു.